ഹേ മനുഷ്യ, നിൻ സർവലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നീ നഷ്ടമാക്കിയ എന്ത് പ്രയോജനം, എന്ത് പ്രയോജനം? ഹേ മനുഷ്യ, നിൻ സർവലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നീ നഷ്ടമാക്കിയ എന്ത് പ്രയോജനം, എന്ത് പ്രയോജനം? സുഭാഷിതം. സഭാപ്രസംഗിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കുന്നു. ഞാൻ എൻ്റെ കൈകളുടെ സകല പ്രവർത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി. എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രേ. സൂര്യന്റെ കീഴിൽ യാതൊരു ലാഭവും ഇല്ല എന്ന് കണ്ടു. Then I looked on all the works that my hands had done, and on the labor in which I had toiled, and indeed all was vanity and grasping for the wind. There was no profit under the sun. ജീവിതത്തിൽ സുഖവും സന്തോഷവും അനുഭവിക്കാൻ വേണ്ടി പരിശ്രമിച്ച ജ്ഞാനിയായ ശലോമോന്റെ വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുന്നത്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വരിക, ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും, സുഖം അനുഭവിച്ചുകൊള്ളുക. 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ സുഖവും സന്തോഷവും അനുഭവിക്കാൻ ചെയ്ത പരിശ്രമങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ചിരിച്ച് സന്തോഷിക്കാൻ നോക്കി, അത് ഭ്രാന്ത് പോലെ അനുഭവപ്പെട്ടു. വീഞ്ഞു കുടിച്ചാൽ സന്തോഷം ലഭിക്കുമെന്ന് ചിന്തിച്ചു, അത് ഭോഷത്വമാണെന്ന് മനസ്സിലായി. ധാരാളം മഹാപ്രവർത്തികൾ ചെയ്തു, അരമനകൾ പണിതു, മുന്തിരിത്തോട്ടമുണ്ടാക്കി, ഉദ്യാനമുണ്ടാക്കി, ദാസീദാസന്മാരെ വിലയ്ക്ക് വാങ്ങി, ഏവരിലും അധികം ആടുമാടുകളായ ബഹുസമ്പത്തുണ്ടായിരുന്നു. വെള്ളിയും പൊന്നും ധാരാളം സമ്പാദിച്ചു, ജഡസുഖവും ആഡംബര ജീവിതവും അനുഭവിച്ചു. 10-ാം വാക്യത്തിൽ പറയുന്നു, എന്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ അതിനെ നിഷേധിച്ചില്ല, എന്റെ ഹൃദയത്തിനൊരു സന്തോഷവും വിലക്കിയില്ല. അവസാനം തന്റെ കൈകളുടെ സകല പ്രവർത്തികളെയും പരിശ്രമത്തെയും നോക്കി പറഞ്ഞത്, എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രയെന്ന്. സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം വഴികളിലും പരിശ്രമിക്കുന്നവന്റെ ഒരവസ്ഥയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. എന്താണ് ഇതിന്റെ അർത്ഥം? ജീവിതം സന്തോഷകരമായി തീരുന്നതിന് വേണ്ടി നിശ്ചയമായും നാം പരിശ്രമിക്കണം, അധ്വാനിക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കിയെന്ന് എഴുതിയിരിക്കുന്നു. ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കണമെന്നുള്ളതുകൊണ്ടാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ മനുഷ്യന് സംതൃപ്തിയും സന്തോഷവും ലഭിക്കുകയുള്ളൂ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവർക്കാണ് സന്തോഷവും സമാധാനവുമായി ജീവിക്കുവാൻ കഴിയുന്നത്. യേശു കർത്താവ് പറഞ്ഞത്, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. യേശു കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ആ സന്തോഷം കൈവരിക്കുവാൻ കഴിയും. ശലോമോൻ ചെയ്തതുപോലെ സ്വന്തം പ്രയത്നത്തിൽ സന്തോഷം അനുഭവിപ്പാൻ താൻ ചെയ്ത പരിശ്രമങ്ങൾ വ്യർത്ഥമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങൾക്ക് ഭൂമിയിൽ അങ്ങ് തന്നിരിക്കുന്ന ആയുസ്സിൽ സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുവാൻ യേശുക്രിസ്തു മൂലം അടിയങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്ലേശമേശാതെന്നെ കാത്തവനാം യേശു എനിക്കെത്ര നല്ലവനാം. ക്ലേശമേശാതെന്നെ കാത്തവനാം.